ബ്രില്യന്റിലേക്ക് നീറ്റ് 2026 ഉയർന്ന റാങ്കും സ്കോറുമെല്ലാം കരസ്ഥമാക്കിയ ആയിരക്കണക്കിലധികം വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും കടന്നുവരവ് അവരുടെ ജീവിതത്തിലെ സ്വപ്നതുല്യമായ നിമിഷം. നിറഞ്ഞ കയ്യടിയുടെ ആരവത്തിന്റെ ഇടയിലൂടെ ബ്രില്യൻ എ ബ്ലോക്ക് ക്യാമ്പസിലൂടെ നീറ്റ് ടോപ്പേഴ്സായ വിദ്യാർത്ഥികൾ നടന്നു വരുന്ന കാഴ്ച ഇറ്റ്സ് ബ്രെത്ത് ടേക്കിംഗ്ലി ബ്യൂട്ടിഫുൾ. ബ്രില്യൻ ഡി ബ്ലോക്ക് ക്യാമ്പസിന്റെ നടുത്തളത്തിലേക്ക് പ്രവേശിച്ച ബ്രില്യനിലെ ഓരോ ടോപ്പേഴ്സും വൻ ആരവങ്ങൾക്കിടയിലേക്കാണ് പ്രവേശിച്ചത്. അവിടെ കൂടി നിന്ന വിദ്യാർത്ഥികളെല്ലാം ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ബ്രില്യന്റിയൻസ്. 2027 ബ്രില്യന്റിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മോട്ടിവേഷൻ ലഭിക്കുന്ന നിമിഷം. തൂഫാൻ ക്യാമ്പയിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബ്രില്യൻ ക്യാമ്പസിലേക്ക് എത്തിയതും വിദ്യാർത്ഥികളോട് സംവദിച്ചതും ഈ പ്രോഗ്രാമിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു. ഈ ബ്രില്യന്റിൽ വന്ന് ബ്രില്യന്റായി പഠിച്ച് ബ്രില്യന്റായി വിജയം കൊയ്യെടുക്കാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ബ്രില്യന്റായ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഓരോരുത്തരും. യെസ്, സംസ്ഥാനത്തെ 1ാം റാങ്ക് ഉൾപ്പെടെ ആദ്യ 10ൽ 7 സ്ഥാനങ്ങളും സ്വന്തമാക്കിയത് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. എൻട്രൻസ് മേഖലയിലെ നീറ്റ് 2026 ബ്രില്യന്റിന്റെ അബ്സല്യൂട്ട് ഡോമിനൻസ്. ൽ 695 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 69 നേടി ജൊഹാൻ ജോബ് മലയാളികളിലെ ഓൾ ഇന്ത്യ ടോപ്പറായി മാറി. 720 692 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 89 കരസ്ഥമാക്കി നീരജ് ബി കേരളത്തിൽ 1ാം സ്ഥാനം നേടി. അങ്ങനെ ബ്രില്യന്റിലേക്ക് വിജയ ആഘോഷാരവങ്ങളോടെ കടന്നു വന്നത് നിരവധി വിദ്യാർത്ഥികളാണ്. സ്വന്തം മക്കളുടെ ഈ വലിയ വിജയം അവിടെ കൂടിയിരുന്ന ഓരോ പ്രൗഡ് പേരൻസിനെ സംബന്ധിച്ചിടത്തോളവും വളരെ അഭിമാനം നിറഞ്ഞ നിമിഷമായിരുന്നു. ഒരു നീണ്ട അവാർഡ് ദാന ചടങ്ങുകൾക്ക് ശേഷം വേദി ഒന്നടങ്കം കീഴടക്കിക്കൊണ്ട് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ച ഒരു എനർജറ്റിക് പെർഫോമൻസ് കണ്ടാലോ? മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ മേഖലകളിലെ ഏത് റിസൾട്ട് എടുത്താലും അതിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്റർ മാത്രമാണ്. എല്ലാ എൻട്രൻസ് എക്സാമുകളുടെയും 1ാം റാങ്കുകൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് വരുന്ന വർഷം എൻട്രൻസ് മേഖലയിൽ പ്രവേശനം നേടാൻ പോകുന്ന 85% വിദ്യാർത്ഥികളും പഠിച്ച ഒരേ ഒരു സ്ഥാപനം ബ്രില്യൻ സ്റ്റഡി സെന്റർ.